ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ക്രയോൺ ആർട്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ക്രാഫ്റ്റ് വർക്കാണ്. അത് നമ്മൾ കുറച്ച് കൊക്കുകളെ ഉണ്ടാക്കാൻ പോവാണ്. ചെറിയ കൊക്കുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വയലിലൊക്കെ കൊക്കുകളൊക്കെ കയറിക്കുന്ന കണ്ടപ്പോഴത്തേക്കും നമുക്ക് തോന്നി ഇന്ന് കുറച്ച് കൊക്കുകളെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. നമ്മളിന്ന് കൊക്കുകളെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ചെറിയ മഹാഗണിയുടെ കാ കൊണ്ടാണ്. അപ്പം ഇതിൻ്റെ ഒരു ഷേപ്പ് കണ്ടപ്പോൾ എനിക്ക് കൊക്കിൻ്റെ ബോഡിയായിട്ട് ചെറിയൊരു സാമ്യം തോന്നി. അപ്പം നമ്മൾ വിചാരിച്ച് ഇതുകൊണ്ടാണ് നമുക്കൊന്ന് കൊക്കിനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇതുപോലെ ഏതാണ്ട് 3 കാകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇനി ഇതിൻ്റെ കാലിനും തലയ്ക്കും ഒക്കെ വേണ്ടി നമ്മൾ ഇതുപോലെ ചെറിയൊരു കമ്പി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വിഷുവിന് മേടിച്ച കമ്പിത്തിരിയുടെ കമ്പികളാണ്. അപ്പം ഞാൻ എടുത്തു വെച്ചിരുന്നു, എന്തെങ്കിലും പണി കിട്ടുമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഇതിൻ്റെ കാലുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യമേ നമ്മൾ 2 കാലുകൾ ഇങ്ങനെ കമ്പി കൊണ്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തലയും കൂടെ സെറ്റ് ചെയ്തെടുക്കണം. അതിന് ഒരു കമ്പി അതുപോലെ എടുത്ത് ഒന്ന് വളച്ച് ഇതുപോലെ ഒരു 2ന്റെ ഷേപ്പിൽ നമ്മളൊന്ന് വളച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തേക്കൊട്ടൊന്ന് കുത്തിവെക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ കൊക്കിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ ഏകദേശം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ ഇനി അടുത്ത പണി ചെയ്യാൻ പോകുന്നത്. നമ്മൾ വേണ്ട പുട്ടി, നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നൊക്കെ പറയും, ഇത് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ കൊക്കിൻ്റെ ബോഡിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യമേ നമുക്ക് കുറച്ച് ഫെവിക്കോൾ അതിനകത്തോട്ട് തേച്ച് കൊടുക്കാം. അപ്പം ഇതൊന്ന് കുട്ടിയൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബോഡിയിലേക്ക് ഈ കുട്ടി അപ്ലൈ ചെയ്യാം. അങ്ങനെ നമ്മൾ ഒരു കൊക്കിനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത കൊക്കിനെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ കൊക്കുകളൊക്കെ ഇവിടെ ഉണങ്ങി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. 3 കൊക്കുകളെയാണ് നമ്മൾ സെറ്റാക്കി എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതൊരു സ്റ്റാൻഡിലായിട്ടൊന്ന് ഉറപ്പിച്ചെടുക്കണം. അതിന് നമ്മൾ ഒരു പണി ചെയ്യുന്നുണ്ട്. ഒരു ചെറിയൊരു തടി കഷ്ണത്തിലാണ് ഒന്ന് ഉറപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാലുകൾ ഇരിക്കാൻ വേണ്ടി നമ്മൾ ഈ തടി കഷ്ണത്തിൽ 1-2 ദ്വാരം ഇട്ട് കൊടുക്കണം. നമുക്ക് ഒരു ആണി കൊണ്ട് ഇതിലേക്ക് 1-2 ദ്വാരങ്ങൾ ഇട്ട് കൊടുത്താൽ ഈ കമ്പി നമുക്ക് അതിലേക്ക് ഇറക്കി വയ്ക്കാനായിട്ട് പറ്റും. നമ്മൾ ഇതിൽ ഹോളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹോളിലേക്ക് നമുക്ക് നമ്മുടെ കൊക്കുകളെ ഇറക്കി വയ്ക്കാം. നമ്മുടെ കൊക്കിൻ്റെ പണി ഈ പരുവത്തിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ തടി കഷ്ണത്തിൽ കൊക്കിനെയൊക്കെ ഉറപ്പിച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഈ തടി കഷ്ണം കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പം നമുക്ക് കുറച്ച് പുല്ല് പോലൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അതിനകത്ത്. അതിനുവേണ്ടി നമുക്ക് കുറച്ച് ക്ലേ ഒക്കെ നമുക്ക് ഇവിടെയൊക്കെ വെച്ച് ഒരു പുല്ലിൻ്റെ രൂപത്തിലൊക്കെ ആക്കി എടുക്കാം.
അപ്പോൾ നമുക്ക് ഇതിന് നിറങ്ങളൂടെ കൊടുക്കാം. അപ്പം നമുക്ക് ഈ തടിക്കഷ്ണത്തിന് പുല്ലിൻ്റെ നിറവും അതുപോലെ തന്നെ കൊക്കിനും നിറങ്ങൾ കൊടുക്കണം, കാലിനൊക്കെ നിറം കൊടുക്കണം. അപ്പോൾ അതുകൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ ബെൽ ബട്ടണും കൂടി അമർത്തിയാലേ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.